നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലയിടത്തും സംശയാസ്പദമായ രീതിയിൽ ഡ്രോണുകൾ കണ്ടതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അമേരിക്കയിൽ ആശങ്ക. അമേരിക്കയിൽ വളരെ പ്രചാരമുള്ള ബ്ലൂ ബീം ഗൂഢസിദ്ധാന്തവാദികൾ ഇതിന് വലിയ പ്രചാരം കൊടുത്തതോടുകൂടിയാണ് ഡ്രോൺ ഒരു ദേശീയ പ്രശ്നമായി വളർന്നത്. ന്യൂജേഴ്സി, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക്, മസാച്യൂസെറ്റ്സ്, കാലിഫോർണിയ, ഫ്ലോറിഡ, വ്യോമിംഗ്, മെരിലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായും ഡ്രോണുകളുടെ സംശയകരമായ പറക്കൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചിലർ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ പറക്കുന്ന ഡ്രോണുകളെ കുറിച്ചും SUV വലിപ്പത്തിലുള്ള ഡ്രോണുകളുടെ ദൃശ്യങ്ങളും പിന്നാലെ എത്തി. ഇതിന് പിന്നാലെയാണ് ഗൂഢസിദ്ധാന്തവാദികൾ ഇത് പ്രൊജക്ട് ബ്ലൂ ബീമിന്റെ ഭാഗമാണെന്ന വാദവുമായി രംഗത്ത് വന്നത്. ഇതോടെ ആളുകൾ ആകെ പരിഭ്രാന്തരായി. 1990കളിലാണ് അമേരിക്കയിൽ പ്രൊജക്ട് ബ്ലൂ ബീം എന്നൊരു പദ്ധതി സർക്കാരിന്റെ പക്കലുണ്ടെന്ന വാദം ഉയർന്നു വരാൻ തുടങ്ങിയത്. ബഹിരാകാശ സംഭവങ്ങളുടെ പിൻബലത്തിൽ മാനവരാശിയെ നിയന്ത്രിക്കാനുള്ള പദ്ധതി എന്നാണ് ബ്ലൂ ബീമിനെ കുറിച്ച് വാദിക്കുന്നവർ പറയുന്നത്. ലോകത്ത് നിലവിലുള്ള എല്ലാ മത സംവിധാനങ്ങളും തകർത്ത് ഒറ്റ മതം കൊണ്ടുവരിക, എല്ലാ രാജ്യങ്ങളെയും ചേർത്ത് ലോകത്ത് ഒറ്റ രാജ്യം മാത്രം ഉണ്ടാക്കുക, ആഗോളതലത്തിൽ തന്നെ പരമ്പരാഗത കുടുംബഘടനയെ പൊളിച്ചെഴുതുക തുടങ്ങിയവയൊക്കെയാണ് ബ്ലൂ ബീമിന്റെ ഭാഗമായി നടക്കുക എന്നാണ് ഇത്തരം ഒരു പദ്ധതി ഉണ്ടെന്ന് വാദിക്കുന്നവർ പറയുന്നത്. ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അത്ഭുതകരമായ സംഭവങ്ങളെ വിനിയോഗിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇത്തരം ഗൂഢസിദ്ധാന്തവാദികളുടെ പ്രചാരണം കൊടുത്തതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ ആകെ പരിഭ്രാന്തി പരന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം സമാനമായ രീതിയിലുള്ള ഡ്രോണുകളുടെ സാന്നിധ്യം ചർച്ചയായതിനോട് അമേരിക്കൻ ഭരണകൂടം വിശദീകരിക്കാത്തതും അഭ്യൂഹങ്ങൾക്ക് ബലം നൽകി. പ്രചാരണങ്ങൾക്ക് പിന്നിൽ കൂടുതലും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്നവരാണ്. സർക്കാർ അറിയാതെ ഇത് സംഭവിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞതോടെ അതിന് ബലമേറുകയും ചെയ്തു. ഇനി ഇത്തരം ഡ്രോണുകൾ കണ്ടാൽ വെടിവെച്ചിടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ട്രംപ്. ഡ്രോൺ വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതല്ലെന്ന് പെന്റഗൺ പറഞ്ഞെങ്കിലും അതിന് പിന്നിൽ ആരാണെന്നും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും വിശദീകരിക്കാൻ അവർക്കായില്ല. കാറിന്റെ വലിപ്പമുള്ള ഡ്രോണുകൾ കണ്ടത് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ന്യൂജേഴ്സി പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്രോണുകളെ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലെന്നാണ്. പ്രകാശമോ തീയോ ചൂടോ ഒന്നും അതിൽ നിന്ന് പുറത്തു വരാത്തതിനാൽ തന്നെ റഡാറുകളിൽ വ്യക്തമായി തെളിഞ്ഞില്ലെന്നും പോലീസ് പറയുന്നു. ചിലർ ഇതിനെ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുത്തിയും വാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സാധാരണ കാറിന്റെ വലിപ്പമുള്ള ഒന്നിലധികം ഡ്രോണുകളായിരുന്നു ഇവിടെ നവംബർ മധ്യത്തിൽ കറങ്ങിത്തിരിഞ്ഞിരുന്നത്. ചിലപ്പോൾ കൂട്ടമായും ചിലപ്പോൾ ഒറ്റയ്ക്കും എത്തുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ മണിക്കൂറുകളോളം നിശ്ചലമായി നിന്നിട്ടുമുണ്ട്. ഇവ പിന്നീട് ന്യൂയോർക്ക്, ടെക്സാസ്, ഓക്ലഹോമ എന്നിവിടങ്ങളിലും എത്തിച്ചേർന്നു. ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൽ ചൂണ്ടുന്നത് റഷ്യയ്ക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെയാണ്.